ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പേറോളിൽ എങ്ങനെയാണ് ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. ഒരാൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് ഓവർ ടൈമിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പേറോളിനെ കുറിച്ച് 2 or 3 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഓവർ ടൈം കാൽക്കുലേഷനെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളതുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓവർ ടൈമിൻ്റെ കാൽക്കുലേഷൻ പേറോളിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പേറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മുകളിൽ കമ്പനിയിലേക്ക് പോയി ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലിവിടെ നമുക്ക് മെയിൻറ്റെയിൻ പേറോൾ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു വിൻഡോ സേവ് ചെയ്യാം. അപ്പോൾ ഞാനത് ഓൾറെഡി എസ് കൊടുത്ത് സേവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഓൾട്ടർ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പേറോൾ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടൊരു പുതിയ വിൻഡോ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എംപ്ലോയി ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഒരു ഫേമിലാണെങ്കിൽ പല പല ഗ്രൂപ്പുകളായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വർക്കേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഗ്രൂപ്പുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി ആണ്. അപ്പോൾ ഈ ഒരു ഫേമിലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ പേരുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ റാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ടോമും ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ യൂണിറ്റ് ആണ്, വർക്കിംഗ് യൂണിറ്റുകളാണ്. ഈ വർക്കിംഗ് യൂണിറ്റുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാലറി അലവൻസ് എല്ലാം കൊടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സാലറി ആണെങ്കിൽ നമ്മൾ മന്തിലാണ് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേം ആവുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് അവർ എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെ പീസാണ് ഒരു യൂണിറ്റ് ആയിട്ട് വരിക. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്? ഓവർ ടൈം ആണ്. അപ്പോൾ ഓവർ ടൈം എന്താണ്? ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യുക അവറിൻ്റെ ബേസിസിലാണ്, അവർലി ബേസിസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവർ എന്നുള്ള ഒരു യൂണിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നോക്കാം. നമുക്ക് യൂണിറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ അവർ എന്നുള്ളൊരു യൂണിറ്റ് എടുത്തു. ഇവിടെ സിമ്പലിൻ്റെ അവിടെ അവർ എന്നുള്ളത് കൊടുത്തു. ഫോർമൽ നെയിമിൻ്റെ അവിടെ അവർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അടുത്തത് പീസ് എന്നുള്ളൊരു യൂണിറ്റ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിൾ എന്നുള്ളടത്ത് പീസ് കൊടുത്തു. ഫോർമൽ നെയിമിൻ്റെ അവിടെ പീസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അടുത്തതാണ് ഇവിടെ നമ്മൾക്ക് പറയുന്നത് അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ്. ഇവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് അറ്റൻഡൻസും, രണ്ടാമത്താണെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പും. ഇതെന്താണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് സാലറി ആൻഡ് അലവൻസസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അറ്റൻഡൻസ് പറഞ്ഞാൽ എന്താണ്? അറ്റൻഡൻസിൻ്റെ ബേസിസിലാണ് സാലറി ആൻഡ് അലവൻസ് കൊടുക്കുക. അതായത് ഇവിടെ എന്താണ്? നമുക്ക് ലീവുകൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 3 തരത്തിലുള്ള ലീവുകളുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള ലീവുകളുണ്ട്. ഒന്നാണെങ്കിൽ എന്താണ്? ആബ്സെൻ്റ് ആണ്. രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ എന്താണ്? പെയ്ഡ് ലീവാണ്. മൂന്നാമത്തെ പറഞ്ഞാൽ എന്താണ്? സിക്ക് ലീവാണ്. ആബ്സെൻ്റ് പറഞ്ഞാൽ എന്താണ്? അയാൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്കുള്ള വേതനം ഉണ്ടായിരിക്കില്ല. പെയ്ഡ് ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ലീവ് എടുത്തു കഴിഞ്ഞാലും എന്താണ്? അയാൾക്ക് എന്താണ്? സാലറി ഉണ്ട്. സിക്ക് ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കത് ലീവ് അല്ലാതെ ആക്കാൻ പറ്റും. അടുത്തതാണ് പ്രൊഡക്ഷൻ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനുഫാക്ചറിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്കുള്ള വേതനം കിട്ടുക. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റൻഡൻസ് വൗച്ചർ ടൈപ്പ് ഉണ്ടാക്കണം. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്? ഓവർ ടൈം ആണ്. അപ്പോൾ ഓവർ ടൈമിൻ്റെ ബേസിസിലും കൂടിയിട്ടാണ് അയാൾക്കുള്ള വേതനം കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? ഓവർ ടൈം എന്നുള്ള ഒരു അറ്റൻഡൻസ് ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആബ്സെൻ്റ് എന്നുള്ളൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ പ്രൈമറി കൊടുത്തു. ലീവ് വിത്തൗട്ട് പേയ്ക്ക് കൊടുത്തതിന് ശേഷം സേവ് ചെയ്തു. അടുത്തത് പ്രസന്റ് എന്നുള്ള ഒരു വൗച്ചർ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ അണ്ടർ പ്രൈമറിക്ക് കൊടുത്തു. അറ്റൻഡൻസ് ലീവ് വിത്ത് പേയ്ക്കാണ് കൊടുത്തത്. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഓവർ ടൈം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ അണ്ടർ പ്രൈമറിയിലേക്ക് കൊടുത്തു. അറ്റൻഡൻസ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്ഷനിലേക്ക് കൊടുത്തു. യൂണിറ്റ് അവർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു.
ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഓവർ ടൈം അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്? യൂണിറ്റിൻ്റെ അവിടെ നമ്മൾ അവർ എന്നുള്ളൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ അറ്റൻഡൻസ് ഫോർ പ്രൊഡക്ഷൻ ടൈപ്പിൽ എന്താണ് നമ്മൾ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു യൂണിറ്റും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ് ഓവർ ടൈം എന്നുള്ള ഒരു യൂണിറ്റും നമ്മൾ ക്രിയേറ്റ്. ഇനി നെക്സ്റ്റ് എന്താണ്? പേ ഹെഡ്സ് ആണ്. അപ്പോൾ പേ ഹെഡ്സ് ആയിട്ട് നമ്മൾ എന്തോ ക്രിയേറ്റ് ചെയ്യണം? ഓവർ ടൈം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണം. നമുക്കിവിടെ ഓവർ ടൈം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഏണിംഗ് ഫോർ എംപ്ലോയീസ് കൊടുത്തു, വേരിയബിൾ കൊടുത്തു, ഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് കൊടുത്തു, അഫക്റ്റ് നെറ്റ് സാലറി എസ് കൊടുത്തു, നെയിം ടു ബി ഡിസ്പ്ലേഡ് ഇൻ പേ സ്ലിപ്പ് ഓവർ ടൈം കൊടുത്തു. ഇവിടെ കാൽക്കുലേഷൻ ടൈപ്പിൽ എന്താണ്? ഓൺ പ്രൊഡക്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ടൈപ്പിൽ നമ്മൾ ഓൾറെഡി ഓവർ ടൈം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു, നോർമൽ റൗണ്ടിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ പേ ഹെഡ് വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ സാലറിയാണ്. ഓരോരുത്തർക്കും എന്തുമാത്രം അലവൻസുകൾ ഉണ്ട് എന്നുള്ളത് സെറ്റ് ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ട് ഡിഫൈൻ സാലറി സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ റാണി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇഫക്റ്റീവ് ഫ്രം 1/5 കൊടുത്തു. എന്ന് ഡേറ്റ് മുതൽക്കാണ് ഇഫക്റ്റീവ് ആവുക. ഇവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ ബേസിക് സാലറി കൊടുത്തു. ഒരു 20,000 ആണ് ബേസിക് സാലറി കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? ബോണസ് കൊടുത്തു. അപ്പോൾ ബോണസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1,500 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡി എ ഉണ്ട്. അപ്പോൾ ഡി എ കൊടുത്തു. അപ്പോൾ ഡി എ പെർസെൻറ്റേജ് കൊടുക്കണതാണ്. ഇവിടെ വലിയ സാലറി കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അടുത്തത് എന്താണ്? ഇവിടെ ട്രാവലിംഗ് അലവൻസ് കൊടുത്തു. ട്രാവലിംഗ് അലവൻസ് ഒരു 1,500 കൊടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് എന്താണ്? ഇവിടെ ഓവർ ടൈം കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഓവർ ടൈമിൻ്റെ റേറ്റ് കൊടുക്കേണ്ടത് 1 അവറിൻ്റെ റേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് സാലറി ഡിഫൈൻ ചെയ്യണത്. ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു എംപ്ലോയിക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? 1 അവറിന് 150 രൂപയാണെന്ന് വെച്ചാൽ 150 രൂപ കൊടുത്തു. ഇനി അയാൾ എത്ര അവർ ഓവർ ടൈം എടുത്തു എന്നുള്ളത് നമ്മൾ എന്താണ്? അറ്റൻഡൻസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് മാസം അവസാനമാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിഫൈൻ സാലറി വരെ എത്തി. ഇനി എന്താണ്? മാസം അവസാനം 2 എൻട്രിയാണ് ചെയ്യേണ്ടത്. ഒന്ന് അയാളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം, രണ്ടാമത്തത് അയാൾക്ക് പേറോളിൻ്റെ എൻട്രി ചെയ്യാം. അപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൗച്ചറിലേക്ക് പോയി വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് F10 അതർ വൗച്ചേഴ്സ് കൊണ്ട് കാണിക്കും. ഇവിടെ F10 അതർ വൗച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറ്റൻഡൻസ് കൊണ്ട് കാണിക്കും. ഇവിടെ അറ്റൻഡൻസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ അറ്റൻഡൻസ് കൊണ്ട് വന്നു. ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇപ്പം 31/5 കൊടുത്തു. 31/5 അയാളുടെ എല്ലാം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് 5,000 2,000 ഒക്കെ എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ഒരുമിച്ചിട്ട് വരണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോഫിൽ എന്ന് പറയും. Ctrl+F അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ചോദിക്കും അറ്റൻഡൻസ് ഓട്ടോഫിൽ. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ വൗച്ചർ ഡേറ്റ് 31/5 എടുത്തു. ഇവിടെ ഓൾ ഐറ്റംസ് കൊടുത്താൽ എല്ലാവരുടെ ഡീറ്റെയിൽസും ഇവിടെ വരും. ജസ്റ്റ് എൻ്റർ അടിച്ചു. എംപ്ലോയിയുടെ നെയിം കൊടുത്തു. അപ്പോൾ ഇവിടെ കണ്ടു നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ കണ്ടു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 2 പേരുടെ പേരുകളും ഇവിടെ വന്നു. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആബ്സെൻ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആബ്സെൻ്റ് ഇപ്പോൾ ആദ്യത്തെ ആളാണെന്നുണ്ടെങ്കിൽ 2 ദിവസം ആബ്സെൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ ആളാണെന്നുണ്ടെങ്കിൽ 1 ദിവസം ആബ്സെൻ്റ് ആയിരുന്നു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ ആബ്സെൻ്റിൻ്റെ കാര്യമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓവർ ടൈമിൻ്റെ കാര്യമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ നമ്മൾ വീണ്ടും ഇവിടെ ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ റാണിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 അവറാണ് ഓവർ ടൈം എടുത്തിരിക്കുന്നത്. അടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു 3 അവറാണ് ഓവർ ടൈം എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 അവർ അവിടെ കാണിച്ചു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനിയാണ് നമ്മുടെ പേറോളിൻ്റെ എൻട്രി നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പേറോൾ സെലക്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ അതർ വോച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലിവിടെ പേറോൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അന്ത് എൻഡിലാണ് ഇത് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാവരുടെയും ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വീണ്ടും ഒന്നുകൂടി Ctrl+X സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും പേറോൾ ഓട്ടോഫിൽ. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സാലറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഏത് മന്തിലിയാണ്? അപ്പോൾ മെയിലാണ്. 1/5 to 31/5 കൊടുത്തു. ഓൾ ഐറ്റംസ് കൊടുത്താൽ എല്ലാവരുടെയും വരും. ഞാനിപ്പോൾ ഇവിടെ റാണിയുടെ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് റാണി സെലക്ട് ചെയ്തിട്ടെടുത്തു. എംപ്ലോയിയുടെ നെയിം എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും ഇവിടെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സാലറി 20,000 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ എംപ്ലോയി എന്താണ്? ആബ്സെൻ്റ് ഉണ്ടായിരുന്നു.
അതേപോലെ ബോണസ് വന്നിട്ടുണ്ട്. ഡി എ നമ്മൾ അവിടെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പെർസെൻറ്റേജ് കൊടുത്ത കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നു. ട്രാവലിംഗ് അലവൻസ് അതേപോലെ ഓവർ ടൈമും ഇവിടെ വന്നു. കാരണം നമ്മൾ ഒരു അവറിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് 150 കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ എന്താണ് 2 മണിക്കൂറാണ് ഓവർ ടൈം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ഓവർ ടൈമിൻ്റെ റേറ്റ് എത്രയായിരിക്കും? 300 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ വരും. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ പേറോൾ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേറോൾ റിപ്പോർട്ട്സ് എടുത്തു. നമുക്ക് ഓരോ റിപ്പോർട്ടുകളായിട്ട് നമുക്കിവിടെ കിട്ടും. പേ സ്ലിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടും. റാണി സെലക്ട് ചെയ്തിട്ടെടുത്തു. റാണി എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്കിവിടെ കാണിക്കും ആബ്സെൻ്റ് 2 ദിവസമായിരുന്നു, ഓവർ ടൈം 2 അവർ ഓവർ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണിക്കും. അതേപോലെ ഇവിടെ ഏണിങ്സ്, ഇവിടെ ഡിഡക്ഷൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഏണിങ്ങിൽ എന്താണ്? ബേസിക് സാലറി ഉണ്ട്, ബോണസ് ഉണ്ട്, ഡി എ ഉണ്ട്, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, ഓവർ ടൈം ഉണ്ട്. അപ്പോൾ ഡിഡക്ഷൻ ഇവിടെ ഒന്നും കാണിക്കാത്ത കാരണം ഇവിടെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ടോട്ടൽ ഏണിങ് പറയുന്നത് ഇവിടെ കാണിക്കും. 24,300 രൂപയാണ് ടോട്ടൽ ഏണിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കിവിടെ കിട്ടും. അടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും പേ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ പേ ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്കിവിടെ എംപ്ലോയിയെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. റാണി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഷീറ്റ് വൈസ് ആയിട്ട് കാണിക്കും. ബേസിക് സാലറി എത്ര, ബോണസ് എത്ര, ഡി എ എത്ര, ഓവർ ടൈം എത്ര, ട്രാവലിംഗ് അലവൻസ് എത്ര. ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓവർ ടൈമിൻ്റെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഓവർ ടൈം പേറോളിൽ എൻട്രി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.